ആകാശവിധാനത്തെ സ്വശക്തിയാൽ വഹിക്കുന്ന നിന്നെ ബാലിക അവളുടെ കൈകളിൽ അനായാസം വഹിച്ചു. ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്ന നീ കീറ്റുശീലകളാൽ എളിയവനെ പോലെ പൊതിയപ്പെട്ടു. കൃപേന്മാരുടെ മേൽ പ്രകൃതിയോടെ ആരൂഢനായിരിക്കുന്ന നീ മറിയാമിന്റെ ഭുജങ്ങളിൽ ശാന്തമായി ആഘോഷിക്കപ്പെട്ടു. നിനക്ക് കാതീശ് പാടുവാൻ ശ്രോപ്യന്മാരെ ഉത്തേജിപ്പിക്കുന്ന നിന്നെ ദാവീദിന്റെ പുത്രി താരാട്ടുപാടി താലോലിച്ചു. അങ്കുലീ ചലനത്താൽ സൃഷ്ടികളെ നയിക്കുന്ന നീ ബേത്ലഹേമിൽ ശിശുവായി മുട്ടിന്മേൽ നീന്തി. ആകയാൽ നിങ്ങളുടെ രക്ഷയെ പ്രതി നീ പ്രവർത്തിച്ച അത്ഭുതത്തെ വിസ്മയപൂർവ്വം വീക്ഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള മാനുഷിക വ്യാപാരത്തെ ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ആശ്ചര്യഭരിതരായി ഞങ്ങൾ എല്ലാവരും ഏകസ്വരത്തിൽ പറയും. ദൈവ സ്വഭാവത്തിൽ നിന്ന് വ്യത്യാസം വരാതെ മനുഷ്യനായി തീർന്നതിനാൽ ബൗദ്ധമുള്ളവനായിരിക്കെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ശരീരിയായി കാണപ്പെട്ടതിനാൽ ശ്രേഷ്ഠമാം വണ്ണം അദൃശ്യനും അവന്യനും ദൈവവുമായിരിക്കെ മനുഷ്യനായി തീർന്നതിനാൽ നിന്റെ ജനനത്താൽ സകല സ്വർഗീയരും ഭൗമികരും അതിശയിക്കുകയും നിനക്ക് പൂർണ്ണമായ സ്തുതി നൽകുകയും ചെയ്തതിനാൽ അഗ്നിമയമാ നിന്റെ തേജസ്സിൽ ചൂളിപ്പോകവേ വിദ്വാൻമാരും ഇടയന്മാരും നിന്നെ മനുഷ്യനായി കണ്ടതിനാൽ ദൈവമായി സ്ഫടിക സിംഹാസനത്തിന്മേൽ ആഘോഷിക്കപ്പെടുന്നവനായിരിക്കും ശിശുവിനെ പോലെ സ്നേഹപൂർവ്വം കാൽമുട്ടുകളിൽ ലാളിക്കപ്പെട്ടതിനാൽ അഹങ്കാരികളായ പിശാചുക്കളുടെ അടിമത്തത്തിൽ നിന്ന് നിന്റെ പ്രതിരൂപത്തെ നിന്റെ ജനനം മൂലം രക്ഷിച്ചതിനാൽ നിന്റെ ജനന ദിവസത്തിൽ സ്വർഗീയ കാഹളമോദി ദാവീദിന്റെ പട്ടണത്തിൽ മിശിഹാ കർത്താവെന്ന രക്ഷകൻ ഇന്ന് നിങ്ങൾക്കു വേണ്ടി സത്യമായി ജനിച്ചിരിക്കുന്നു എന്ന് ഇടയന്മാരോട് പ്രസംഗിച്ചതിനാൽ നിന്റെ ജന്മത്തിൽ അഗ്നിമയന്മാർ കാഹളമോദി അത്യുന്നതങ്ങളിൽ നിനക്ക് സ്തുതിയും ഭൂമിയിൽ സമാധാനവും മനുഷ്യർക്ക് നല്ല ശരണവുമെന്ന് വിസ്മയനീയമായി അറിയിച്ചതിനാൽ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിന്റെ മനുഷ്യാവതാര വൃത്താന്തം തികച്ചും അവനീയമാകുന്നു. ആകയാൽ അത്ഭുത ശിശുവേ കന്യക മറിയാമിൽ നിന്നുള്ള നിന്റെ വിശുദ്ധവും മഹനീയവുമായ ജനനത്തിന്റെ ഈ മഹാദിവസത്തിൽ തിരുസന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന ഈ സുഗന്ധരൂപം മുഖാന്തിരം ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ അത്ഭുതകരമായ ശരീരധാരണത്തെ കുറിച്ച് യഥാർത്ഥമായ ജ്ഞാനവും ഞങ്ങളുടെ രക്ഷയെപ്പതി താല്പര്യത്തോടുകൂടിയുള്ള നിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് സത്യവിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്കെല്ലാവർക്കും കടങ്ങളുടെ പൂർണ്ണ പരിഹാരവും പാപമോചനവും ഞങ്ങളുടെ ആത്മശരീരങ്ങളുടെ ദുഃഖകാരണങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിടുതലും നൽകണമേ. കർത്താവേ, നീ പാപികളെ നിർമ്മലമാക്കി പാപമോചനം നൽകുന്നവനും അനുതാപികളെ പൂർണ്ണമായി ശുദ്ധീകരിക്കുന്നവനും സഭാമക്കൾക്കെല്ലാവർക്കും നിത്യസഹായിയും സഹായവുമായിരിക്കണമേ. നിന്റെ ശരണത്തിൽ പ്രത്യാശയോടുകൂടി മുൻകൂട്ടി നിദ്ര പ്രാപിച്ച വിശ്വാസികളായ ഞങ്ങളുടെ പിതാക്കന്മാർക്കും സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും സകല പരേതർക്കും നല്ല ഓർമ്മ നൽകണമേ. നിന്റെ വലതു ഭാഗത്ത് സന്തോഷപൂർവ്വം നിൽക്കുന്നതിനും നിന്റെ രാജ്യത്തിലെ അനവരതമായ ആനന്ദം അനുഭവിക്കുന്നതിനും ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരും ഒരുമിച്ച് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹാദപുരാനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും.